ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുൻ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ മർദ്ദിച്ച കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതിൽ SIT റിപ്പോർട്ട് നൽകിയിട്ടും ADGP MR അജിത് കുമാറിനെതിരെ നടപടിയില്ല. 2 ആഴ്ച മുൻപാണ് SIT DGPക്ക് റിപ്പോർട്ട് നൽകിയത്. DGP സ്ഥാനക്കയറ്റത്തിനുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേരാനിരിക്കെയാണ് നടപടി നീളുന്നത്. വിവരങ്ങളുമായി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, എന്തായാലും ADGP MR അജിത് കുമാറിനെതിരെ നടപടിയില്ല എന്നൊരു വിവരമാണ് ലഭിക്കുന്നത്. 2 ആഴ്ച മുൻപാണ് SIT ഇപ്പോൾ ഇത്തരത്തിലൊരു റിപ്പോർട്ടൊക്കെ കൈമാറിയിട്ടുള്ളത്. എന്താണ് ഇത്തരത്തിൽ അജിത് കുമാറിനെതിരെ നടപടി എടുക്കാതിരിക്കാനുള്ള കാരണങ്ങൾ? വിശദാംശങ്ങൾ എങ്ങനെയാണ്? ADGP MR അജിത് കുമാറിനെതിരെ വിവിധ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് 7ലധികം പരാതികളാണ് ഇപ്പോൾ DGPയുടെ മുന്നിലുള്ളത്. ഏറ്റവും അവസാനത്തേത് ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് SIT നടത്തിയ അന്വേഷണത്തിൽ MR അജിത് കുമാറിൻ്റെ ഓഫീസ് ഇടപെട്ടു എന്നുള്ളതാണ്. അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിൽ അന്വേഷണം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ MR അജിത് കുമാറിൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി 2 ഗ്രേഡ് SIമാർ ഈ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയെന്നും അതിനുശേഷം മൊഴി തിരുത്തി എഴുതിച്ചും എന്നായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. അത് MR അജിത് കുമാറിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു അത്തരത്തിൽ ഒരു നീക്കം നടത്തിയതെന്നും കണ്ടെത്തിയിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് DGPയുടെ മുന്നിൽ എത്തിയിട്ട് 2 ആഴ്ച കഴിയുന്നു. അതായത് 14 ദിവസം കഴിയുന്നു. ഏകദേശം 2 മന്ത്രിസഭാ യോഗങ്ങൾ കഴിഞ്ഞിട്ടും MR അജിത് കുമാറിനെതിരെ ഒരു നടപടിയിലേക്കും ഇതുവരെയായും സർക്കാർ കടന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ അവസാനം ഉയർന്നു വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. ഇതിനു മുമ്പേ തന്നെ കോൺഗ്രസും ഒപ്പം തന്നെ UDFലെ ഘടകകക്ഷികളുമൊക്കെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ MR അജിത് കുമാറിനെതിരെ ഉന്നയിച്ചിരുന്നു. കാരണം ഭരണപക്ഷത്തുണ്ടായിരുന്ന PV അൻവറാണ് ആദ്യം MR അജിത് കുമാറിനെതിരെ ആരോപണം അല്ലെങ്കിൽ അഴിമതി ആരോപണം ഉന്നയിക്കുന്നത്. അതായത് അനധികൃതമായ സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു അന്ന് PV അൻവർ ഉന്നയിക്കുന്നത്. അന്ന് PV അൻവർ ഇടതുപക്ഷത്തിന് ഒപ്പം ആയിരുന്നു. അതിനുശേഷം PV അൻവറിൻ്റെ പരാതിയിന്മേൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും അന്നത്തെ പ്രതിപക്ഷ നേതാവുമായിരുന്ന VD സതീശൻ MR അജിത് കുമാർ RSSുമായി ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ ഹിന്ദു സംഘടനകളുമായി ചേർന്നുകൊണ്ടൊക്കെ തന്നെ പൂരം കലക്കലിന് ചില നീക്കങ്ങൾ നടത്തിയെന്നുള്ളൊരു ആരോപണം അന്ന് നടത്തിയിരുന്നു. മാത്രവുമല്ല RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അന്ന് ഉന്നയിച്ചത് അന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശനായിരുന്നു. ഇതിൽ ഒക്കെ തന്നെ അന്വേഷണം നടന്നിരുന്നെങ്കിൽ തന്നെയും DGPക്ക് ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ളൊരു എതിർ റിപ്പോർട്ട് MR അജിത് കുമാറിനെതിരെയാണ് ലഭിച്ചത്. എന്നിട്ടും നടപടികളുണ്ടായില്ല. ഇതിൽ നിന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ കുറേ അന്വേഷണ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നിട്ട് പോലും MR അജിത് കുമാറിനെതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്നൊരു ചോദ്യം ഉയരുകയാണ്. അതായത് DGP നിതിൻ അഗർവാൾ ഇപ്പോൾ അതായത് ഈ മാസം അവസാനം വിരമിക്കുകയാണ്. അപ്പോഴേക്കും അടുത്ത DGP സ്ഥാനത്തേക്ക് എത്തേണ്ടത് ADGPയിൽ ഏറ്റവും സീനിയോറിറ്റിയുള്ള MR അജിത് കുമാറാണ്. പക്ഷേ MR അജിത് കുമാറിനെതിരെ ഇത്രയധികം ആരോപണങ്ങൾ ഉണ്ടായിട്ട് പോലും ഒരു അന്വേഷണ റിപ്പോർട്ട് പോലും പുറത്ത് വരികയോ അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കാനോ സംസ്ഥാന സർക്കാരോ DGPയോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ആരോപണം. കാരണം ഈ 2 ആഴ്ചക്കുള്ളിൽ തന്നെ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ സ്ക്രീനിംഗ് കമ്മിറ്റി ചേരുന്നുണ്ട്. ആ സ്ക്രീനിംഗ് കമ്മിറ്റി നൽകുന്ന നിർദ്ദേശമനുസരിച്ചായിരിക്കും DGP തസ്തികയിലേക്ക് നിയമിക്കപ്പെടേണ്ടത്. ആ സ്ക്രീനിംഗ് കമ്മിറ്റി കഴിയുന്നതുവരെ തൽക്കാലം MR അജിത് കുമാറിനെതിരെയുള്ള അച്ചടക്ക നടപടികളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പൂഴ്ത്തിവെക്കണം എന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് പൊതുവെ ഉയരുന്ന ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പോ ഒന്നും തന്നെ ഉന്നയിച്ചിട്ടില്ല. പക്ഷേ എന്തുകൊണ്ട് ഇത്തരത്തിൽ റിപ്പോർട്ടുകൾ MR അജിത് കുമാറിന് എതിരെ ഉണ്ടായിട്ട് പോലും നടപടികൾ എടുക്കുന്നതല്ല എന്നൊരു ചോദ്യം കോൺഗ്രസിനകത്ത് തന്നെ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ആലപ്പുഴ MLA AD തോമസിനെയാണ് അന്ന് നവയുഗ യാത്രയുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ വെച്ച് മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ ക്രൂരമായി മർദ്ദിച്ചത്. ആ ക്രൂരമായ മർദ്ദനവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ അന്ന് കേസായി എടുത്തിരുന്നെങ്കിൽ തന്നെ പക്ഷേ നടപടിക്രമങ്ങളിലേക്ക് കടന്നില്ല. പക്ഷേ UDF സർക്കാർ അധികാരത്തിൽ വന്ന് ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം എടുത്ത ആദ്യ തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണമായിരുന്നു. ആ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരുന്നു. പ്രത്യേക സംഘം MR അജിത് കുമാറിൻ്റെ ഭാഗത്തുണ്ടായ വീഴ്ച കണ്ടെത്തിയിട്ട് പോലും ഒരു റിപ്പോർട്ട് നൽകിയിട്ട് പോലും ഒരു നടപടിയിലേക്ക് കടക്കാൻ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ വൈകുന്നു എന്നുള്ളതാണ് ഒരു ചോദ്യമായി ഉയരുന്നത്. എന്തായാലും MR അജിത് കുമാറിനെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഈ കേസിൽ മാത്രമല്ല മറ്റ് പല കേസുകളിലും ഉയർന്നിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ എന്തുകൊണ്ട് പൂഴ്ത്തിവെച്ചുകൊണ്ട് ഒരു IPS ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വിവിധ സർക്കാരുകൾ, അതായത് കഴിഞ്ഞ LDF സർക്കാരും ഇപ്പോഴത്തെ UDF സർക്കാരും ഒരുപോലെ ശ്രമിക്കുന്നു എന്നുള്ളൊരു ചോദ്യവും ഉയരുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ സംബന്ധിച്ചുള്ള നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളത് നോക്കിക്കാണേണ്ടതായിട്ടുണ്ട്. നാളെ
നാളെ മന്ത്രിസഭാ യോഗമാണ്. മന്ത്രിസഭാ യോഗം കഴിഞ്ഞതിന് ശേഷമാണ് DGPയിലേക്ക് പ്രൊമോഷൻ നൽകുന്നതിന് വേണ്ടിയുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിലേക്ക് എത്തപ്പെടേണ്ടത്. അതിൽ സംസ്ഥാന ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഈ സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ ഉണ്ടാകും. DGP ഉണ്ടാകും. ഇവരെല്ലാം ചേരുന്ന ഒരു സ്ക്രീനിംഗ് കമ്മിറ്റിയാണ് DGPയിലേക്ക് അല്ലെങ്കിൽ DGP ആയി സ്ഥാനക്കയറ്റം നൽകേണ്ട ഒരു സ്ക്രീനിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. ആ ഒരു സ്ക്രീനിംഗ് കമ്മിറ്റി ചേരാനിരിക്കുന്നതിന് മുമ്പ് ചേരാനിരിക്കെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ റിപ്പോർട്ടിലൊരു നടപടിയിലേക്ക് കടക്കാത്തത് എന്ന് ഇത് വലിയ തരത്തിലെ സംശയം ജനിപ്പിക്കുന്നുണ്ട്. കാരണം അന്ന് SIT നടത്തിയ അന്വേഷണത്തിൽ കൃത്യമായി MR അജിത് കുമാറിൻ്റെ ഇടപെടലുകൾ ഉണ്ടായി എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട്. മാത്രവുമല്ല ആ ഇടപെടലുകൾ കൃത്യമായും അന്നത്തെ മുഖ്യമന്ത്രിക്ക് വേണ്ടി ആയിരുന്നു എന്നതും വലിയ സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് നടപടി വൈകുന്നത് എന്നാണ് ഇപ്പോൾ ഒരു പുതിയ ചോദ്യമായി ഉയരുന്നത്. ശരി, വ്യക്തമാണ്. എന്തായാലും 2 ആഴ്ച മുൻപാണ് SIT DGPക്ക് റിപ്പോർട്ട് കൈമാറുന്നത്. DGP സ്ഥാനക്കയറ്റത്തിനുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേരാനിരിക്കെയാണ് ഇങ്ങനെ ഒരു നടപടി നീളുന്നത്. വിവരങ്ങൾ നൽകിയത് DB നോയാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കസ്റ്റംസിന്റെ വൻ ലഹരി വേട്ട. 7 കോടി രൂപ വിലമതിക്കുന്ന 7 കിലോയോളം ഹൈബ്രിഡ് കഞ്ചാവാണ് പിടികൂടിയത്. സംഭവത്തിൽ തൃശൂർ എരുമപ്പെട്ടി മങ്ങാട് സ്വദേശി റിച്ചി ആന്റണി പിടിയിൽ. തായ്ലൻഡിലെ ബാങ്കോക്കിൽ നിന്നും ഇന്നലെ രാത്രി 11:30 എയർ ഏഷ്യ വിമാനത്തിലാണ് കഞ്ചാവ് എത്തിച്ചത്.